ഹലോ കൂട്ടുകാരെ, ഇന്ന് എനിക്ക് കുറച്ച് കക്കറിച്ചി കിട്ടിയിട്ടുണ്ട്. കക്കറിച്ചി നല്ലോണം കഴുകി ഉള്ളിലഴുക്കൊക്കെ കളഞ്ഞ് കഴുകി എടുത്തേക്കണതാണ്. ഇനി ഒരു ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് കൂട്ടി യോജിപ്പിക്കുക ഇതൊക്കെ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കക്കറിച്ചി വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ഫ്രൈ ആക്കി എടുക്കുക. കക്കറിച്ചി കാണുമ്പോൾ എനിക്ക് പഴയകാല ബാല്യകാല ഓർമ്മകളാണ് വരുന്നത്. എനിക്കന്ന് 7 വയസ്സൊക്കെ ഉള്ളൂ. പിന്നെ ചേട്ടനും ചേച്ചിയും ഉണ്ട് എനിക്ക്. അവർക്കും ഏകദേശം ഒരു 9-10 വയസ്സൊക്കെ ഉള്ളൂ. അടുത്ത വീട്ടിലെ ചേച്ചി ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളൊക്കെ കക്കറിച്ചി വാങ്ങാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ പുഴയുടെ അരികത്ത് വഞ്ചിക്കാർ വരും. അപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട്, നിങ്ങൾ വന്നിട്ടുണ്ടാന്ന് ചോദിച്ചു. ഞങ്ങളന്ന് 3 പേരും കൂടി അമ്മേനോട് ചെന്ന് അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കും രാവിലെ അവരുടെ ഒപ്പം പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മ പറഞ്ഞത് പോകണ്ട, അപ്പച്ചനിപ്പോൾ 8:30 ഒരു ട്രാൻസ്പോർട്ട് ഉണ്ട്, നൈറ്റ് കഴിഞ്ഞിട്ട് അതിന് വരും, അപ്പച്ചൻ വരുമ്പോൾ പിണങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അമ്മേനെ സോപ്പിട്ട് ഞങ്ങൾ 3 പേരും അപ്പച്ചൻ മഞ്ഞക്കാകുമ്പോൾ വേഗം പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് 3 പേരും കൂടി പുഴവക്കിലേക്ക് പോയി. അന്നൊക്കെ ബസ്സുകൾ അധികം ഉണ്ടായിരുന്നില്ല. 8:30 ഒരു ട്രാൻസ്പോർട്ട് ബസ് ആലുവയിൽ നിന്ന് വന്നതാണ്. അപ്പച്ചനെപ്പോൾ ജോലി കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് ട്രെയിന് ആലുവയിൽ വന്നിട്ട് അവിടെ നിന്ന് ആ ബസ്സിന് എപ്പോഴും വന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ബസ് വന്നേക്കാൻ മുമ്പ് പോയി വരാൻ വേണ്ടി പുഴവക്കിലേക്ക് പോയി. പക്ഷേ ഞങ്ങളുടെ കഷ്ടകാലത്തിന് വഞ്ചിക്കാരന്ന് വൈകിയാണ് വന്നത്. ഞങ്ങൾ 3 പേരും 3 പാത്രത്തിൽ കക്കറിച്ചിയൊക്കെ വാങ്ങിച്ച് റോഡ് സൈഡിലെത്തിയത്തേക്കും ട്രാൻസ്പോർട്ട് ബസ് അപ്പച്ചൻ വരുന്ന ബസ് അവിടെ വന്നു. അപ്പച്ചനെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ച് നിൽപ്പായി. അപ്പച്ചൻ അടുത്ത് വന്നിട്ട് എവിടെ പോയതാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ കയ്യിൽ കക്കറിച്ചി കണ്ടു. അപ്പച്ചനപ്പോൾ ദേഷ്യം വന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ കക്കറിച്ചി വാങ്ങാൻ പോയതെന്ന്. അപ്പച്ചൻ മിലിറ്ററിയിൽ നിന്നൊക്കെ വന്നിട്ടാണ് പിന്നെ അപ്പച്ചന് എറണാകുളത്ത് ജോലി കിട്ടിയിരുന്നത്. അപ്പം മിലിറ്ററിയിലെ ഒരു സ്ട്രിക്റ്റ്നെസ് അപ്പച്ചന് ഉണ്ടായിരുന്നു. അപ്പച്ചൻ ഞങ്ങളോട് 3 പേരോടും ആ പാത്രം കക്കറിച്ചുള്ള പാത്രം തലയിൽ വെച്ചിട്ട് ഇനി ഞങ്ങൾ കക്കറിച്ച് വാങ്ങാൻ പോകില്ലെന്ന് പറഞ്ഞ് ചണ്ട കൊട്ടി വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ 3 പേരും അതനുസരിച്ച് ഇടയ്ക്ക് വഴിയിൽ ആളുകളെ കാണുമ്പോൾ ശബ്ദം കുറച്ചിരുന്നു. പക്ഷേ അപ്പച്ചൻ അവരും കൂടി കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഉറക്കത്തിൽ പറയാൻ പറഞ്ഞ് ഉറക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ ഒരു കണക്കിന് വീട്ടിലെത്തി. പിന്നെ ഇതുവരെയായിട്ടും കക്കറിച്ച് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഇപ്പോഴും ആ ഓർമ്മ ഈ കക്കറിച്ച് കാണുമ്പോൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്.